വയനാട് പുനരധിവാസത്തിനായി തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരായ ഉടമകളുടെ ഹർജി ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ്. പുനരധിവാസ നടപടികളുമായി കേരള സർക്കാർ അതിവേഗം മുന്നോട്ട് പോകുന്നു. അതിന് ഏതാണ്ട് 9ഓളം എസ്റ്റേറ്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം എങ്കിൽ മാത്രമേ വിദഗ്ധ സമിതി കണ്ടെത്തിയ മറ്റ് ഭാവി ആഘാതങ്ങളൊന്നും വരാത്ത വിധമുള്ള ഒരു ഭൂപ്രദേശത്ത് വേണം പുനരധിവാസം ഉറപ്പാക്കേണ്ടത്. ആ നിലയിൽ കണ്ടെത്തപ്പെട്ട ഏതാണ്ട് 9ഓളം എസ്റ്റേറ്റുകളുണ്ടായിരുന്നു. ആ നടപടികളുമായി സർക്കാർ അതിവേഗം ഏറ്റെടുക്കാൻ നിൽക്കുമ്പോഴാണ് ഉടമകൾ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോയത്. ആ ഹൈക്കോടതി ആ ഉടമകളുടെ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാലി, കേരളത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട അതിവേഗം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പിന്തുണ കൂടിയാണോ ഇത്? കാരണം ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കരുത്, തങ്ങളുടെ ഭൂമി അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലയിൽ എസ്റ്റേറ്റുകൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ആ ഹർജികൾ തള്ളുന്നു. സർക്കാർ എടുക്കുന്ന പൊതു സ്റ്റാൻഡിനെ അംഗീകരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അർഹമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കാം എന്നാണോ കോടതി പറയുന്നത്? സർക്കാരാകട്ടെ അർഹമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറുമാണ്. അത് കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരത്ത്, 2 എസ്റ്റേറ്റുകൾ ഹാരിസണും എൽസ്റ്റോണും 2 എസ്റ്റേറ്റുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 2 പേരുടെയും ഹർജികളിൽ തള്ളിക്കൊണ്ട് ഇന്ന് സിംഗിൾ ബെഞ്ച് തീർപ്പാക്കി. അതിനർത്ഥം ഇനി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഹാരിസന്റെ 65 ഹെക്ടറും എൽസ്റ്റോണിൻ്റെ 78 ഹെക്ടറുമായിരുന്നു ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഈ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ആ ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ തുടങ്ങിയപ്പോഴാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 2 കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ സാലി ഏതാണ്ട് ഒരു 200 ഏക്കറിന് അടുത്ത് വരും അല്ലേ? 200 ഏക്കറിന് അടുത്ത സ്ഥലം. തീർച്ചയായിട്ടും 180 അത് തന്നെ 200 ഏക്കറിന് അടുത്ത് തന്നെ വരും. വേറെയും ഭൂമി വേറെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൗൺഷിപ്പുകളുടെ പ്ലോട്ടുകളാണിത്. അവർ ആവശ്യപ്പെട്ടിരുന്നത് ഈ നടപടികളെല്ലാം റദ്ദാക്കണം, ഞങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സർക്കാർ പറഞ്ഞത്, വാദത്തിനിടെ തന്നെ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇനി നഷ്ടപരിഹാരം സംബന്ധിച്ച് തർക്കമാണെങ്കിൽ നഷ്ടപരിഹാരം മുൻകൂർ കെട്ടിവെക്കാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ ഭൂമി അത്യന്താപേക്ഷിതമാണ്, അതുകൊണ്ട് അത് ഏറ്റെടുത്തേ പറ്റൂ എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. AG തന്നെ കോടതിയിൽ ഹാജരായിരുന്നു. ഇന്ന് നമുക്കറിയാം വെക്കേഷനാണ്. വെക്കേഷനിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അല്പം മുമ്പ് ഈ കേസിൽ വിധി പറഞ്ഞത്. കോടതി പറഞ്ഞത് ഈ ഭൂമി ഏറ്റെടുക്കാം, തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം, നാളെ തന്നെ സർവേ നടപടികൾ ആരംഭിക്കാം. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഇനി നഷ്ടപരിഹാരം കുറഞ്ഞെന്ന് തോന്നിയാൽ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. ഒപ്പം ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനുള്ള എല്ലാ സഹായവും സർക്കാരിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ ഉടമകൾ, അതായത് എസ്റ്റേറ്റ് ഉടമകൾ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു തർക്കമുണ്ട്. ഇതിലൊരു എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തന്നെ തർക്കമുണ്ട്. കേരളത്തിലെ മിക്ക എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ട്. സർക്കാർ എല്ലാത്തിലും ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലെയിം പല സിവിൽ കോടതികളിലും നിലനിൽക്കുക. അപ്പോൾ കോടതി ഇന്ന് ഉത്തരവിൽ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം, ഈ സിവിൽ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നുള്ള ഈ കേസിൽ സിവിൽ ഡിസ്പ്യൂട്ട് തോട്ട ഉടമകൾക്കെതിരാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന നഷ്ടപരിഹാരം സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരും എന്ന ഉപാധികളോടെയാണ് നഷ്ടപരിഹാരം വാങ്ങാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിവിൽ തർക്കത്തിൽ തോട്ട ഉടമകൾക്ക് എതിരായിട്ടാണ് വിധി വരുന്നതെങ്കിൽ അപ്പോൾ അവരുടെ ഈ ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശം ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നഷ്ടപരിഹാരം സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരും എന്ന ഉപാധി വെച്ച് ഈ നഷ്ടപരിഹാരം വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും നിർണായകമായൊരു ചുവടുവെപ്പാണ്. കാരണം അവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയുടെ ലഭ്യത ഒരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് സർക്കാർ തോട്ടഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ആ തോട്ട ഉടമകൾ കോടതിയിൽ നിയമവ്യവഹാരം നടത്തി അത് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുനരധിവാസം വൈകുന്നു എന്ന പരാതി സർക്കാരിനെതിരെ ഉയരാൻ അത് കാരണമായി. അതുകൊണ്ടുകൂടിയാണ് കോടതി ഗൗരവത്തിൽ ആ വിഷയമെടുത്ത് അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഇതിൻ്റെ എല്ലാ കേസുകളും നേരിട്ട് ഹാജരായി ഈ കേസിൻ്റെ ഗൗരവം കോടതിയെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ വെക്കേഷനാണ്. വെക്കേഷനിൽ ഒരു ബെഞ്ചാണ് ഇന്ന് 1-2 ബെഞ്ചുകളാണ് ഇപ്പോൾ സിറ്റിംഗ് നടത്തുന്നത്. അതിൽ ഒരു ബെഞ്ച്, ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ച്, ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജഡ്ജ്മെൻറ്റിന് തന്നെ ഇന്ന് വെക്കുകയായിരുന്നു. അല്പം മുമ്പ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടപരിഹാരം. ഞാൻ വരാം.